മതി ടി വി കണ്ടത്. കുട്ടു നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ, അപ്പം കഴിക്കാം. അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് മതി. എനിക്ക് വിശപ്പായില്ല അമ്മേ, പിന്നെ മതി. നിങ്ങൾ രണ്ടുപേരും ഒന്നും കഴിക്കാതിരിക്കുമല്ലയോ? ചേട്ടാ അമ്മമ്മ കഴിച്ചു കേട്ടോ. ഇങ്ങനെ മോളെ ചെല്ല് കഴിക്ക്. ആരത്? ഞാൻ കാക്കാത്തി കൈ നോക്കാൻ വേണ്ടിട്ട് വന്നതാ. എന്നാലും ഒരു വീടിന്റെ ഡോറൊക്കെ തന്നെ പിടിച്ചങ്ങ് തുറന്നകത്ത് കയറിയാൽ മതിയോ? കോളിംഗ് ബെല്ലുണ്ടല്ലോ, ഒന്ന് വിളിച്ചിട്ട് കയറണ്ടേ? ചോദിക്കാതെ വീട്ടിലോട്ട് ചെന്ന് കയറല്ലേ കേട്ടോ. ഓ, ഇവിടെ ഇപ്പൊ ആർക്കും കൈയൊന്നും നോക്കണ്ട. ഞാൻ കൈ നോക്കിയല്ല പറയുന്നത്, ഒരു മാന്ത്രിക ചെപ്പുണ്ട്. ആ ചെപ്പിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഭാവി ജീവിതങ്ങളൊക്കെ പറയും. അത്രേ ഉള്ളൂ, അല്ലാതെ കൈയൊന്നും നോക്കാൻ തോന്നില്ല. എല്ലാം പറയും മോളെ. ആ മാന്ത്രിക ചെപ്പിനകത്ത് കയറി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളെ ഭാവി ജീവിതങ്ങളെല്ലാം തന്നെ ഇങ്ങോട്ട് അശരീരി പോലെ കേൾക്കാൻ പറ്റും. ഒരാൾ ഇങ്ങനെ പറഞ്ഞു തരും നമുക്ക്. പിന്നെ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അതെല്ലാം ഇങ്ങോട്ട് പറഞ്ഞു തരും. നമ്മുടെ ജീവിതത്തിന് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ അതെല്ലാം പറഞ്ഞു തരും. എത്ര രൂപയാകും? ഒരുപാട് പൈസ ഒന്നും വേണ്ട, നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് തന്നാ മതി. മാന്ത്രിക ചെപ്പ് ഞാൻ പുറത്ത് വെച്ചേക്കോ, പക്ഷെ അത് ചെറുതാ. ഇപ്പോ ആർക്കെങ്കിലും ആവശ്യമുള്ളപ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ വലുതാകും. നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് കയറത്തക്ക രീതി വലുതാകും. എന്തായാലും അവന്റെ ആഗ്രഹമില്ലേ, ഇനി എടുത്തോട്ട് പോരെ കേട്ടോ. ശരി ശരി. ഇതൊക്കെ വെട്ടിപ്പോല്ലെന്ന് അറിയത്തില്ലല്ലോ അമ്മേ. ഓ, നീ കൂടുതൽ പൈസ ഒന്നും കൊടുക്കാൻ നിൽക്കണ്ട, 10 100 എല്ലാം കൊടുത്താൽ മതി. ഇത് വലുതാക്കണം മോനെ, വലുതാക്കിട്ട് കേറ്റാ. അയ്യോ, ഇതിലൊക്കെ കയറി പിന്നെ ഇറങ്ങാൻ പറ്റുമോ? പിന്നെ എത്ര പേര് കയറി ഇറങ്ങിയാന്നറിയതില്. എന്നാ പിന്നെ വലുതാക്കാണ്ടി, ഞങ്ങൾ കയറാം. അതെന്തായാലും അത്ഭുതം തന്നെ കേട്ടോ. വലുതാക്കുമെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ. എന്നാലും ഇത്ര വലുതാക്കിയല്ലോ. മന്ത്രം ചൊല്ലിയല്ലേ വലുതാക്കിയത്. അതെ മാമി. പിന്നെ ഇതിനകത്ത് കയറുമ്പോഴേ കണ്ണടച്ചോണ്ട് വേണം കയറാൻ കേട്ടോ. ഇറങ്ങി കഴിഞ്ഞിട്ട് കണ്ണു തുറക്കാവൂ. ഇറങ്ങിക്കോ. നീ ഭാവിയിൽ വലിയ ആളാകും, സ്വത്തും പണവും കുമിഞ്ഞുകൂടും. ഐസ്ക്രീം ഇഷ്ടം പോലെ വാങ്ങിക്കാൻ പറ്റും ഈ ചെറുപ്രായത്തിൽ തന്നെ. ന്യൂഡിൽസിനോട് താല്പര്യമുള്ള നിനക്ക് ന്യൂഡിൽസ് ഇഷ്ടം പോലെ കിട്ടും. കിട്ടും കിട്ടും. നീ ഭാവിയിൽ വലിയ ആളാകും. നിനക്ക് നാളെ തന്നെ വലിയ ആളാകണമെങ്കിൽ ഈ ചെപ്പിനകത്ത് 1000 രൂപ ഇടുക. ഇനി കണ്ണു തുറന്നു മോനെ, കുഴപ്പമില്ല. പൈസയുടെ കാര്യം വന്നപ്പോ കണ്ണു തുറന്നോളാൻ. കുട്ടുമനെ ഇറങ്ങിക്കേ. മതി മതി മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈസ തന്നാൽ മതി പറഞ്ഞല്ലായിരുന്നു ഈ ചെപ്പിനകത്ത് കയറ്റിയത്. എന്നിട്ട് ഇപ്പൊ 1000 രൂപയോ? അയ്യോ, അത് ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ലല്ലോ. ഈ ചെപ്പിനകത്ത് അശരീരിയല്ലേ ചോദിച്ചത് 1000 രൂപ. അത് തന്നെയല്ല, ആ 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടുമനെ വലുതാക്കാൻ വേണ്ടിയോ പറഞ്ഞത്. കുട്ടുമന്റെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ. പിന്നെ അവനെ വലുതാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് എന്ത് വട്ടാണോ? എന്തിനാ അവനെ വലുതാക്കുന്നത്? അവനങ്ങനെ വലുത് പലതും പറയും, കൊച്ചു വെച്ചല്ലേ. അത് കേട്ടോണ്ട് നിങ്ങൾ അവനെ വലുതാക്കാൻ ഇരിക്കുവാന്നോ? അവൻ നാളെ ഭാവി വലുതായിക്കോളും. നിങ്ങൾ ഇപ്പൊ എപ്പോഴേ വലുതാക്കാൻ ഇരിക്കുന്നേ? അയ്യോ, കുട്ടുമ്പം കിടന്ന് കരയുന്നത്. അവനെ എനിക്ക് കുറച്ച് നേരത്തേക്ക് വലുതാക്കിയിട്ടൊക്കെ പിന്നെ ചെറുതാക്കിക്കോ. എന്നാലും 1000 രൂപ ഇല്ലാതെ വലുതാക്കത്തില്ല. 1000 രൂപ തരാമെങ്കിൽ വലുതാക്കിയിട്ട് പിന്നെ ചെറുതാക്കാം. 500 രൂപ പറ്റുമോ? എന്നാ 500 മതി. ഹായ്, അമ്മ 500 രൂപ എടുക്കാൻ പോയി. എനിക്ക് ഇങ്ങനെ വലുതും ചെറുതൊന്നും ആകട്ടെ. എനിക്കാണെങ്കിൽ പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കിട്ടും അത് മാത്രം അറിഞ്ഞാൽ മതി. വേണ്ടേ, 500 രൂപ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അയ്യോ, കണ്ണടച്ചോണ്ട് പറ. പൈസ കിട്ടി കഴിഞ്ഞപ്പോ ഇനി കണ്ണടയ്ക്കാൻ. വലുതാക്കാം. ഞാൻ വലുതായി. അത് പറ്റില്ല, ഇപ്പൊ എന്നെ വലുതാക്കിയത് തന്നെ ഉള്ളൂ. കുറച്ചു നേരം കൂടെ കഴിയട്ടെ. മോനെ മതി മോനെ, ഞങ്ങൾക്കൊന്നും ദഹിക്കുന്നില്ല കണ്ടിട്ട്. താങ്ക് യു ആന്റി. ഞാൻ ഈ വീടെടുത്ത് എന്റെ തലമുകളിൽ വെക്കാൻ പോവാ. മോനെ, നീ എന്തൊക്കെയാ പറയുന്നേ? കുട്ടുമനെ മതി മതി മതി, നീ ചെറുതായിക്കേ. നീ എന്തൊക്കെയാ പറയുന്നത്? ഹലോ, നിങ്ങൾ ആ കൊച്ചു വെച്ചിട്ട് ചെറുതാക്കിക്കേ. ഹലോ കാക്കാത്തി, നിങ്ങളോടാ ഞാൻ പറഞ്ഞത്. ചെറുതാക്കാം മേഡം. ശരിയോട് ഞാൻ പറയട്ടെ. നിങ്ങൾ ഇപ്പഴേ എന്നെ ചെറുതാക്കാൻ നോക്കുവോ? നിങ്ങളെ ഞാൻ എന്നാ? അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെറുതാക്കിക്കോളാം നിങ്ങളെ. ഈ ചെപ്പൊക്കെ എടുത്ത് വെളി കൊണ്ടുവയ്ക്കാം. ആരും അനങ്ങരുത്. അവനാ ചെപ്പെടുത്ത് പുറത്ത് വെക്കാനല്ലേ പോയത്. അവനിങ്ങ് വരും. നിങ്ങൾക്കിപ്പോ സമാധാനമായല്ലോ ഇങ്ങനെ ഈ പരിപാടിയെ കാണിച്ചു വെച്ചിട്ട്. ഒരു ചെപ്പും ഉണ്ട്, ഭാവി ജീവിതം ഉണ്ട്. സോറി മാഡം. അയ്യോ, അമ്മ എന്താ സൗണ്ട് കേട്ടത്? കുട്ടുമനെ അടിച്ചു പൊട്ടിച്ചതല്ലോ. അവൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? വേണ്ട
ഈ ചെപ്പ് ഇവിടെ തന്നെ ഇരിക്കട്ടെ. എന്താണ് കുട്ടപ്പന് സൗണ്ട് കേട്ടത്? ഏതാണ്ട് പൊട്ടുന്ന സൗണ്ട് കേട്ടില്ല. എന്താ കുട്ടപ്പന് പറ? ഓ, ഞാൻ ആ ജനൽ ചില്ല അടിച്ചു പൊട്ടിച്ചതാ. എന്തിനാ പറഞ്ഞ ജനൽച്ചില്ലൊക്കെ അടിച്ചു പൊട്ടിക്കുന്നേ? കുട്ടപ്പനെ നിന്നോടാ ഞാൻ പറഞ്ഞ ചെറുതാവാന്. എടാ നീ എന്താണ് ജനൽച്ചില്ല അടിച്ചു പൊട്ടിച്ചത് പറ? ഓ, അതൊരു രസം. അയ്യോ, എനിക്ക് വിശക്കുന്നു. പാല് വേണം കുടിക്കാൻ. ആദ്യം നീ ചെറുതാകാൻ നോക്ക്, എന്നിട്ട് തരാം പാലൊക്കെ. ആന്റി എന്നെ നീ ചെറുതാക്കോ? ആ സിമ്പിള്. ആ ചെപ്പിനകത്ത് കയറിയിട്ടാണെങ്കിൽ അശരീരിയോട് പറഞ്ഞാ മതി. ആ, ശരി ശരി. ചെപ്പിനകത്തോട്ട് കയറി ഇരിക്കാൻ പറ്റത്തില്ല. എന്നാലും ചെപ്പിന്റെ പുറത്ത് തന്നെ ഇരുന്ന് പറയാം. ആ അവിടെ തന്നെ നിന്ന് പറഞ്ഞാ മതി. എനിക്ക് ചെറുതാവണം. പഴയ രൂപം തന്നെ കിട്ടണമെന്ന് പറയണ്ട കുട്ടപ്പനെ. പഴയ രൂപം തന്നെ കിട്ടണം. എനിക്ക് ചെറുതാവണം. ഇല്ല, നിനക്കിനി ചെറുതാകാൻ കഴിയില്ല. അയ്യോ അതെന്താ ചെറുതാകാൻ പറ്റാത്തെ? ദേ തള്ളയുടെ കൊച്ചിനെ ചെറുതാക്കത്താ. അയ്യോ മോനെ ആ അശരീരിയോട് ഒന്നുകൂടെ ചോദിച്ചു എന്താ കാരണോ ചെറുതാക്കാത്തെ? എന്താ എന്നെ ചെറുതാക്കാത്തെ? വലുതാകണമെങ്കിൽ എത്ര രൂപ ഇടാനായിരുന്നു ഞാൻ പറഞ്ഞത് കൂട്ടത്തിലേക്ക്? 1000 രൂപ ഇടാൻ പറഞ്ഞേ. 1000 രൂപ എന്ന് പറയടാ. 1000 രൂപ. എന്നിട്ട് നിങ്ങൾ ഈ ചെപ്പിലേക്ക് എത്ര രൂപ ഇട്ടത്? അയ്യോ 500 രൂപ അതിന് ഇട്ടത്. 500 രൂപ. ഈ ചെപ്പിനൊരു നിയമമുണ്ട്. തരാൻ പറയുന്ന പൈസ തന്നെ ഇടണം. കാക്കാത്തില്ലേ നമ്മളെ പറ്റിച്ചത്? ഇനി അവരെ ശരിയാക്കി കൊടുക്കാം. അമ്മ ഞാനിവിടെ വരാമേ. നിക്കവിടെ. അയ്യോ എന്നെ ചെയ്യല്ലേ. അയ്യോ എന്നെ ചെയ്യല്ലേ. മതി മതി, ഇനി അതൊന്നും ഇത്രയും ചെയ്യണ്ട. മുലക്കുണ്ടായി. അതുകൊണ്ട് ഞങ്ങൾ ഇവരെ ശരിയാക്കിയത്. അമ്മ എടുത്ത് 500 രൂപ ഇടമ്മ ഇങ്ങോട്ട്. ഞാൻ പോയി 500 രൂപ എടുത്തോണ്ട് വരട്ടെ. ഇപ്പൊ തന്നെ അകത്തിടാ. ഓ, അമ്മ ഇങ്ങോട്ട് പെട്ടെന്ന് വാ അമ്മേ. ഇപ്പൊ പെട്ടെന്ന് വരാനേ. എന്തായിരുന്നു അവന് വരലാണോ പറഞ്ഞോണ്ട്? ഇവിടെ ക്യാഷായിട്ടൊന്നും ഇരിപ്പില്ലമ്മേ. ഞാൻ അകത്ത് നോക്കി. അയ്യോ, പൈസ 500 ആയിട്ടൊന്നും ഇല്ലേ മോളെ ഇവിടെ? ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം. ഗൂഗിൾ പേ ചെയ്യാം. ഗൂഗിൾ പേയോ? അതൊന്നും ഇവിടെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. 500ന്റെ നോട്ട് തന്നെ കൊണ്ടിട്ടോളൂ ഇതില്. എന്നാലേ അവനെ ചെറുതാക്കാൻ പറ്റൂ. എന്ത് ചെയ്യും അമ്മേ? 5 പൈസ കയ്യിലെടുക്കാനില്ല വേറെ. എല്ലാ അക്കൗണ്ടിലുള്ളത്. അയ്യോ അമ്മ, ഞാൻ എങ്ങനെ ചെറുതാകും? കാക്കാത്തേക്ക് വന്നേ. ഇപ്പൊ നിങ്ങൾക്ക് സമാധാനമായല്ലോ. നിങ്ങൾക്ക് ഞങ്ങൾ ബാക്കി കൂടെ ഇപ്പൊ തരാം. അയ്യോ എന്നെ ഒന്നും ചെയ്യില്ലേ. ഞാൻ 500 രൂപ എന്റെ കയ്യിൽ തരാം. 500 നോട്ട് എന്റെ കയ്യിലുണ്ട്. ഞാൻ 500 നോട്ടൊക്കെ തരാം. അപ്പൊ നിങ്ങൾ തന്നെ ചെപ്പിലോട്ട് ഇട്ടോ 500 രൂപ? ഇട്ട് കഴിഞ്ഞു. ഹായ് അമ്മേ, ഞാൻ ചെറുതായി. ഇപ്പഴും ആശ്വാസമായത്. എന്റെ മോൻ ചെറുതായല്ലോ. നിങ്ങൾ ഈ ചെപ്പ് കൊണ്ട് ഇപ്പൊ തന്നെ സ്ഥലം വിട്ടണം. അല്ലെങ്കിൽ അടുത്ത ഞങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടും. അയ്യോ ഇപ്പൊ തന്നെ പോയേക്കാവേ. അവൻ മേടിച്ചോടിപ്പോയമ്മേ. പിന്നാണെങ്കിലേ എന്റെ എനിക്ക് 500 നോട്ട് ഉണ്ടായിരുന്നു. ഞാൻ വെറുതെ കള്ളം പറഞ്ഞതാ 500 നോട്ടില്ലാന്ന്. അവരുടെ ഈ പൈസയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആഹാ, കൊള്ളാലോ നിന്റെ ഐഡിയ. 500 പോയാൽ എന്താ നഷ്ടമല്ലേ അമ്മേ? 1000 എന്തായാലും പോയില്ലല്ലോ. ആ അതെ അതെ.